ഹലോ ഗായ്സ്, മോർണിംഗ് എല്ലാവർക്കും ദോശ കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ ദോശ കഴിക്കാനുള്ള പോക്കാണ് ഇന്നത്തെ വ്ളോഗ്. ഇന്ന് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് വെള്ളമായിട്ട് സീനായിരുന്നു. എന്നെ വിളിച്ചില്ലല്ലോ ദോശ കഴിക്കാൻ. 2 ദോശയോ? ഒരു ദോശ ചേച്ചിക്ക്. എനിക്ക് ഗീ റോസ്റ്റും ഇവളുടെ മസാല ദോശയുടെ മസാലയും നോക്കിയിരുന്നാ മസാല ദോശ കഴിച്ചാൽ പോരെ? ചോദിച്ചിട്ട് വന്നിട്ട് കട്ടണം. ഞാൻ വേറെ പോയിരിക്കും. റോഡിൽ കിടന്നിട്ട് അടിയാ ഗായ്സ്. ഞാൻ പടങ്ങി പോവാ. ഇവരെപ്പോഴും ഇങ്ങനെയാണ് ഗായ്സ്, കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്. പിന്നെ അതൊക്കെ കോംപ്രമൈസ് ആക്കിയിട്ട് ഞങ്ങൾ റെസ്റ്റോറന്റ് എത്തി. ഗീ റോസ്റ്റ്. ഞാൻ ഓർഡറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ലിസ്റ്റ്, ഒരുപാട് ലിസ്റ്റ് മെനു ബോർഡിൽ. പിന്നെ അതൊക്കെ വായിച്ചിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ദോശയും അവളുടെ ദോശയും ഞങ്ങൾ പറയും ബൂസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശ പറയുമ്പോൾ അതിൻ്റെ കൂടെ വട പറയാതിരിക്കുന്നത് മോശമല്ലേ, അങ്ങനെ ഞങ്ങൾ വടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ദോശ വരാത്തത് കൊണ്ടും എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ടും ഞാൻ വട കഴിച്ചതിനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ദോശയും വന്നു. എനിക്ക് തോന്നുന്നു ഈ ദോശയ്ക്കകത്ത് നമ്മുടെ ദോശപ്പൊടിയിലെ ഒരു ചട്നിപ്പൊടി അതിട്ടിട്ടുള്ള ദോശയ്ക്കാണ് സ്പെഷ്യൽ ദോശ എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് 750 ഫിൽസേ വരുന്നുള്ളൂ. ദോശ കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. പക്ഷേ നല്ലതാ മാമി. എന്താ ദോശയിൽ നല്ല നെയ്യ് കൂടുതലായിരുന്നു. ഏത് ദോശ ചേച്ചി മേടിച്ചത്? ഗീ റോസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അടുത്തുള്ള ഒരു ബെക്കാലിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് അങ്ങനെ ഡയറി മിൽക്ക് വാങ്ങിച്ചു തന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പോകാൻ നേരം വീണ്ടും റോഡിൽ കിടന്ന് രണ്ടുകൂടെ അടി. മുമ്പേ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? റോഡിൽ കൂടെ അടിയാണ് ഇവരും കൊണ്ടുപോകാൻ കൊള്ളില്ല രണ്ടുപേരും. എന്നിട്ട് കുറേ കഴിയുമ്പോൾ രണ്ടുപേരോട് ഒന്നാവുകയും ചെയ്യും. ഇപ്പോൾ കണ്ടോ ഇതുപോലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്രയുള്ള ടാറ്റാ ബൈ.